നമസ്കാരം. കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ CPMന്റെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത് വളരെ മിതത്വം പാലിച്ചുകൊണ്ടാണ്. വസ്തുതകൾ വളരെ കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് CPM ഇപ്പോൾ പ്രതികരിക്കുന്നുള്ളൂ. കേസ് വീണ വിജയനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണ് എന്ന നിലപാട് നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. അതിനിടെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ അന്വേഷണം നടക്കുന്ന CMRL എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അത് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നത്. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വീണ തായ്ക്കണ്ടിയിൽ സുനീഷ് എന്നിവരാണ് 2016 മുതൽ 2019 വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴുകി എന്ന് തന്നെയാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ഈ വിവരങ്ങളൊക്കെ ഏപ്രിൽ 19 ചെന്നൈയിലെ ED സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകുകയുണ്ടായി. മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണിത്. അതാണ് അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന കരുതലിലാണ് അധികൃതർക്ക് ഇത് സമർപ്പിക്കുന്നതെന്ന് ജോൺ പറഞ്ഞു വെക്കുന്നു. ആരാണ് ഈ മറ്റൊരാൾ? അതാണ് ചർച്ചയാകുന്നത്. ഇതുകൂടി ഇപ്പോൾ CPM ചർച്ചയാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട CPM കുടുംബങ്ങളുമായിട്ടൊക്കെ ഷോണിന് വളരെ അധികം അടുപ്പമുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലുമാണോ? എന്നാൽ കേസിൽ ഈ സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഷോൺ പല ആവർത്തി പറയുമ്പോഴും എങ്കിലും CPM വളരെ സംശയത്തോടു കൂടി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഇവരിൽ നിന്ന് ആരോ, അവരിൽ അറിയാവുന്നവരാരോ പറഞ്ഞതാണോ? മുഖ്യമന്ത്രി പിണറായി വിജയനും അനുയായികളും ഓരോ നീക്കവും വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത്തരത്തിലൊരു വാദം ചർച്ചയാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സൂചനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മറ്റൊരാൾ ആര് എന്നുള്ള ചോദ്യം വരുന്നത്. ഒപ്പം തന്നെ വീണ വിജയനൊപ്പം ഉയരുന്ന സുനീഷ് ആരാണെന്ന ചർച്ചയും വളരെ സജീവമായി ഇപ്പോൾ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുടെ അതിവിശ്വസ്തനായിട്ടുള്ള ഒരാളുടെ പേര് എന്ന് പറയപ്പെടുന്നത് സുനീഷ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിദേശയാത്രകളിൽ അടക്കം മുഖ്യമന്ത്രിയെ പലപ്പോഴും അനുഗമിക്കാറുള്ള ഒരാളാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ഇനിഷ്യൽ M എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇയാളല്ല അക്കൗണ്ടുള്ള സുനീഷ് എന്നാണ് സൂചന. ഇതിനൊപ്പം തന്നെ വീണയുമായി പരിചയമുള്ള തിരുവനന്തപുരത്തെ അഭിഭാഷകൻ്റെ പേരും സുനീഷ് എന്നാണ്. അപ്പോൾ ആ സുനീഷും ഈ പറയുന്ന അഭ്യൂഹങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ സുനീഷ് ആകാൻ ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 2 വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് 3 കോടി രൂപ വീതം എത്തി എന്നുള്ള റിപ്പോർട്ട് അതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു എന്നും ഇതെല്ലാം തന്നെ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുമുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്, അതായത് SFIO, അബുദാബിയിലെ ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരം അവർക്ക് ആ സമയത്താണ് ഈ വിവരങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത്. അതിനിടെയാണ് ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ SNC ലാവ്ലിൻ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് SFIO വൃത്തങ്ങൾ പറയുന്നത് പോലും. ഇതിനു പുറമെയാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും അത് മറ്റ് വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചില കള്ളത്തരങ്ങളില്ലേ? കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED നിലപാട് കർക്കശമാക്കുന്നതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ട് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള നിലയിലായിരുന്നു EDയുടെ അന്വേഷണം തന്നെ നടന്നത് എന്നുള്ളതാണ്. മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നിർബന്ധം പിടിക്കുന്നുണ്ട്. ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുകയും ചെയ്യും. എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഷോൺ ജോർജിൻ്റെ ആരോപണം ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ അക്കൗണ്ട് വഴി നടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്നും PwC കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട്. വിദേശ പണമിടപാടും അക്കൗണ്ടും സംബന്ധിച്ചുകൊണ്ട് വലിയൊരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആ പരാതിക്കാരൻ്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. വീണ വിജയൻ്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്നുകൂടിയാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജിന് ഈ വിവരങ്ങൾ ഇവിടെ ചോദ്യം വരുന്ന അതാണ്. അതായത് ആരാണ് മറ്റൊരാൾ?
ആ മറ്റൊരാളെന്ന് പറയപ്പെടുന്നത് CPM-ൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആരെങ്കിലുമാണോ, അല്ലെങ്കിൽ CPM-നോടൊപ്പം സഞ്ചരിക്കുന്ന സഹയാത്രികരാണോ, അല്ലെങ്കിൽ CPM-നുള്ളിൽ തന്നെ ഉള്ളവരാരെങ്കിലുമാണോ, അതോ പാർട്ടിയുടെ ആൾക്കാർ അണികൾ മാത്രമാണോ, അതോ പാർട്ടി പത്രവുമായി ബന്ധപ്പെട്ടവരാണോ, അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നവരാണോ, ആരാണെങ്കിലും ഷോൺ ജോർജിന് മുൻപ് ഈ LDF-ഉമായിട്ടും CPM-ഉമായിട്ടും വളരെ വലിയ ബന്ധമുള്ള സാഹചര്യത്തിലാണ് വളരെ സംശയത്തോടു കൂടി CPM ഇത് അന്വേഷിക്കുന്നത്. ആ മറ്റൊരാൾ നൽകിയ വിവരങ്ങൾ കൃത്യമാണോ, അല്ലെങ്കിൽ ആ മറ്റൊരാൾ നൽകിയ വിവരങ്ങൾ കൃത്യമായതുകൊണ്ടായിരിക്കില്ലേ ആ മറ്റൊരാളെക്കുറിച്ച് ഇപ്പോൾ ആ സംശയം മുന്നിൽ നിർത്തിക്കൊണ്ട് ആരാണൊരാൾ എന്നുള്ളൊരു അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ആരോ ഒരാൾ വളരെ കൃത്യമായി ഷോൺ ജോർജിന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. ആ പറഞ്ഞു കൊടുക്കലിൽ നിന്നായിരിക്കും ഷോൺ ജോർജിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ എന്നാണ് CPM പോലും സംശയിക്കുന്നത്.